ഒരു കപ്പ് റവയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തയ്യാറാക്കിക്കോളി. അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് റെഡിയാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ദാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വെള്ളം എടുത്ത് അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് റവയാണ് എടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ റവ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ഉപ്പുമാവൊക്കെ വേവിച്ചെടുക്കില്ല, അതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ റവൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത ചിക്കനാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓൾറെഡി വെന്ത് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതാ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വാടി വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടെ നന്നായി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തെടുക്കാം. നമ്മൾ ചിക്കന് വേവിച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആയിട്ട് ചേർത്തെടുക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്തെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ, നന്നായിട്ട് പൊടിച്ചെടുക്കൊന്നും വേണ്ട. ഇനി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയില എന്തായാലും ഇട്ടെടുക്കണം കേട്ടോ. കറിവേപ്പില ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടെടുത്താൽ മതി. മല്ലിയില ഇട്ടെടുക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. ഇനി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച റവ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതുപോലെ ഓരോ ഉരുളകളാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം.
അപ്പോൾ അതുപോലെ തിന്നായിട്ടൊന്ന് പത്തിരി പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഫില്ലിങ് വെച്ചെടുക്കാം. ഞാനിവിടെ ചെറിയ ഉരുളകളാക്കി എടുത്തതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്കിത് പൂവടൻ്റെ ഷേപ്പിലൊന്ന് മടക്കിയെടുക്കാം. മടക്കിയെടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ അങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി, എന്നാൽ അവിടെ ഒട്ടി നിന്നോളും. അപ്പം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ 6 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഓരോന്നായി ഇട്ടുകൊടുക്കാം. ഞാനിവിടെ 2 വെച്ചാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചെറിയ പാത്രം ആയതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന ചട്ടിൻ്റെ അനുസരിച്ച് എത്ര വേണമെങ്കിലും ഇട്ടുകൊടുക്കാം കേട്ടോ. ഒട്ടിപ്പിടിക്കണ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതിലുള്ള റവയും ഫില്ലിങ്ങും ഒക്കെ ഓൾറെഡി വെന്തതായതുകൊണ്ട് തന്നെ നമുക്കിത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണ പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ കൂടുതൽ എണ്ണ വലിച്ചെടുക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് 2 ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. റവ കൊണ്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഭവമായി വീണ്ടും വരാം.